പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ മനുഷ്യാവകാശ ലംഘനങ്ങളും സൈനിക അടിച്ചമർത്തലുകളും രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സജീവമായ ഇടപെടൽ ആവശ്യപ്പെട്ട പ്രമുഖ ബലൂച്ച് നേതാവ് മിർ യാർ ബലൂച്ച് രംഗത്തെത്തി. റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാനുമായി ഇന്ത്യ നയതന്ത്ര സഹകരണം വർദ്ധിപ്പിക്കണമെന്നാണ് അദ്ദേഹം കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എക്സിലൂടെ പങ്കുവച്ച ഈ തുറന്ന കത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹം ടാഗ് ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ ഭീകരതയ്ക്കെതിരെ ഇന്ത്യ സ്വീകരിക്കുന്ന ശക്തമായ നിലപാടുകളെ പ്രശംസിച്ചുകൊണ്ടാണ് കത്ത് ആരംഭിക്കുന്നത്. 2025 ഏപ്രിലിലെ പഹൽഗാം ആക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പ്രത്യാക്രമണത്തെ മിർ യാർ പ്രത്യേകം എടുത്തു പറഞ്ഞു. ബലൂചിസ്ഥാൻ പ്രശ്നം കേവലം ഒരു ആഭ്യന്തര വിഷയമല്ലെന്നും അത് ഇന്ത്യയുടെ കൂടി സുരക്ഷയെ ബാധിക്കുന്നതാണെന്നും മിർ യാർ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ബലൂചിസ്ഥാനിലെ പ്രാദേശിക പ്രതിരോധം തകർന്നാൽ ചൈനയ്ക്ക് അവിടെ സൈനിക വിന്യാസം നടത്താൻ എളുപ്പമാകും. ബലൂചിസ്ഥാനിലെ ചൈനീസ് സൈനിക സാന്നിധ്യം അറബിക്കടലിലും ഇന്ത്യൻ അതിർത്തികളിലും ഇന്ത്യക്ക് വലിയ ഭീഷണിയാകും. അതിനാൽ ബലൂച്ച് ജനതയുടെ സ്വതന്ത്ര സമരത്തെ പിന്തുണയ്ക്കുന്നത് ഇന്ത്യയുടെ തന്ത്രപരമായ താൽപര്യമാണെന്ന് അദ്ദേഹം കത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ചൈനയുടെ വിപുലീകരണ നയത്തിനെതിരെയുള്ള സ്വാഭാവിക സഖ്യകക്ഷിയായി ബലൂചിസ്ഥാനെ കാണണമെന്നാണ് മിർ യാറിന്റെ പക്ഷം. ഇന്ത്യയും ബലൂചിസ്ഥാനും തമ്മിലുള്ള ആത്മീയ ബന്ധത്തെക്കുറിച്ചും മിർ യാർ കത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ബലൂചിസ്ഥാനിലെ ഹിംഗോൾ നാഷണൽ പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഇംഗ്ലീഷ് മാതാക്ഷേത്രം ഇതിന്റെ പ്രതീകമാണ്. പുരാതന കാലം മുതൽക്കേ ഇരു പ്രദേശങ്ങളും തമ്മിൽ സാംസ്കാരികവും ആത്മീയവുമായ ഇഴയടുപ്പമുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഈ ചരിത്രപരമായ ബന്ധം മുൻനിർത്തി പാകിസ്ഥാന്റെ അടിച്ചമർത്തലിൽ നിന്ന് ബലൂച്ച് ജനതയെ രക്ഷിക്കാൻ ഇന്ത്യക്ക് ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം വാദിക്കുന്നു. ബലൂചിസ്ഥാനിലെ ജനങ്ങൾ ഇന്ത്യയെ തങ്ങളുടെ രക്ഷകാരിയായിട്ടാണ് കാണുന്നതെന്ന വൈകാരികമായ വരികളും കത്തിലുണ്ട്. ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന ക്രൂരതകൾ പുറം ലോകം അറിയുന്നില്ലെന്ന് മിർ യാർ ആരോപിച്ചു. മാധ്യമങ്ങൾക്ക് അവിടെ പ്രവേശനമില്ലാത്തതിനാൽ ആയിരക്കണക്കിന് ആളുകളെ കാണാതാകുന്നതും കൊല്ലപ്പെടുന്നതും ആരും റിപ്പോർട്ട് ചെയ്യുന്നില്ല. ലോകരാജ്യങ്ങൾ ഇക്കാര്യത്തിൽ പുലർത്തുന്ന നിശബ്ദത അവസാനിപ്പിക്കണം. തങ്ങൾ പാകിസ്ഥാന്റെ ഭാഗമല്ലെന്നും നിർബന്ധപൂർവ്വം കൂട്ടിച്ചേർക്കപ്പെട്ടതാണെന്നും അദ്ദേഹം ആവർത്തിച്ചു. ബലൂചിസ്ഥാന്റെ ഭാവി അവിടുത്തെ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി വേണ്ടത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ അംഗീകാരമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇന്ത്യയോട് ചില സവിശേഷമായ ആവശ്യങ്ങളും മിർ യാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാന്റെ ഔദ്യോഗിക ഓഫീസ് അല്ലെങ്കിൽ എംബസി ഡൽഹിയിൽ അനുവദിക്കണം. കൂടാതെ ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യം അംഗീകരിക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക യോഗം വിളിക്കാൻ ഇന്ത്യ മുൻകൈയെടുക്കണം. സ്വതന്ത്ര ബലൂചിസ്ഥാന്റെ കറൻസി അച്ചടിക്കുന്നതിനും പാസ്പോർട്ട് തയ്യാറാക്കുന്നതിനുമായി സാമ്പത്തിക സഹായം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. പാകിസ്ഥാന്റെ ഭൂപടത്തിൽ നിന്ന് ബലൂചിസ്ഥാൻ എന്നേക്കുമായി വേർപെടാനുള്ള സമയമായെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ബലൂച്ച് വിഘടനവാദി ഗ്രൂപ്പുകളും പാകിസ്ഥാൻ സുരക്ഷാ സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ സമീപകാലത്ത് വർദ്ധിച്ചിട്ടുണ്ട്. ഗ്വാദർ തുറമുഖം ഉൾപ്പെടെയുള്ള ചൈനീസ് പദ്ധതികൾക്ക് നേരെ ബലൂച്ച് പോരാളികൾ നിരന്തരം ആക്രമണം നടത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുമായുള്ള ബലൂച്ച് നേതാക്കളുടെ അടുപ്പം പാകിസ്ഥാനെ കടുത്ത ആശങ്കയിലാക്കുന്നു. ഇന്ത്യ ഈ കത്തിന് ഔദ്യോഗികമായി എന്ത് മറുപടി നൽകുമെന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. ബലൂചിസ്ഥാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇന്ത്യ നേരത്തെ തന്നെ അന്താരാഷ്ട്ര വേദികളിൽ ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമെന്ന നിലയിലുള്ള പിന്തുണ നൽകുന്നത് ദക്ഷിണേഷ്യൻ ഭൂരാഷ്ട്ര തന്ത്രത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും.